ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണാണെങ്കിൽ ആ കടക്കാരനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, സാറേ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അയാൾ വന്നായിരുന്നു, പക്ഷെ അയാൾ എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റില്ല, ഇല മേടിക്കാനെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷേ ഞങ്ങൾ ആ വീട്ടുകാരായിട്ടേ നല്ല അടുപ്പത്തിലുള്ള ആൾക്കാരാണ്. മരണശേഷവും ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു. അവരുടെ സങ്കടം കണ്ടു നിൽക്കാനായിട്ട് പറ്റില്ല. അതിൻ്റെ അമ്മ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുകയാണ്, ദിലീപിൻ്റെ അമ്മ. ഇനി ഈ കല്യാണം നടക്കാനായിട്ട് പാടില്ല, ആ പെണ്ണ് കാരണം ഇതെല്ലാം സംഭവിച്ചത്. അല്ലെങ്കിലും ആ പെണ്ണ് ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിച്ചല്ലോ സാറേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിന് ആ പെണ്ണ് ഉത്തരവാദിയല്ലല്ലോ, നിരപരാധിയാണല്ലോ. പക്ഷെ എന്നാലും നിരപരാധിയാണെങ്കിലും ഈ കല്യാണം നടക്കാൻ പോയത് കൊണ്ടിട്ടല്ലേ ഇപ്പൊ ദിലീപിന്റെ അച്ഛന് ഇങ്ങനൊരു കാര്യം സംഭവിച്ചത്. ദിലീപിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാലേ നല്ല മാന്യമായ മനുഷ്യനാണ്. ഈ നാട്ടുകാർക്കൊക്കെ അയാളെ നല്ല ബഹുമാനമാണ്, മനസ്സിലായോ? ഒരു ദ്രോഹവും ആരോടും ഇതുവരെ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നൊക്കെ ഈ കടക്കാരൻ പറയാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിരണാണെങ്കിൽ ആകെ സങ്കടം തോന്നുന്നുണ്ട്. അതെ ചേട്ടൻ്റെ നമ്പർ ഒന്ന് തരാമോ? അല്ലെങ്കിൽ എൻ്റെ നമ്പറും കൂടി ഒന്ന് ഞാൻ തന്നേക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചേട്ടനെ അപ്പം തന്നെ വിളിച്ചോളാം. അല്ലെങ്കിൽ ഞാനെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ വിളിക്കേ. അതിനെന്താ സാറേ, തരാലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്പറൊക്കെ കൊടുക്കുവാണ്. അതെ, പിന്നെ അയാൾ എവിടെ പോയെന്ന് വല്ലതും അറിയോ? എന്തെങ്കിലും വിവരം ഉണ്ടോ? അതിനെക്കുറിച്ച് ഒരു വിവരമില്ല സാറേ. പിന്നെ അയാളെ അപ്പുറത്തെ കടയിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിച്ചെന്നാണ് പറഞ്ഞു കേട്ടത്. എവിടെന്ന്, ഏത് കടയിൽ നിന്ന് എന്നൊക്കെ ആകാംക്ഷയുടെ കിരൺ ചോദിക്കാം. അതേ, കുറച്ചങ്ങോട്ട് പോയാൽ മതി സാറേ. അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ടാ അവൻ പിന്നെ യാത്രയായതെന്നൊക്കെ ഇവിടെ പറയാ. അങ്ങനെ നമ്മുടെ കിരണാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഇനി ആ കടയിലേക്ക് തന്നെ പോകാം. ശരി സാറേ, നന്ദി ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയാണ്. അപ്പോൾ ലക്ഷ്മിയാണെങ്കിൽ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. കാരണം ദീപയുടെ ആ മരണം, ദീപയും ലക്ഷ്മിയും കൂടി അങ്ങനെ ഇരുട്ടത്ത് വരുമ്പോൾ ചേച്ചി ഇവിടെ ആരും ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്, ചേച്ചി പിള്ളേരെ പോയി നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ലക്ഷ്മിയാണെങ്കിൽ പിള്ളേരെ നോക്കാൻ വേണ്ടി അങ്ങോട്ട് ഹാളിലേക്ക് ചെല്ലുക. പക്ഷേ ഈ സമയത്ത് തന്നെ നമ്മുടെ ഗംഗാപ്രസാദ് ഇരുട്ടിൻ്റെ മറവിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ദീപയാണെങ്കിൽ പതിയെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഗംഗാപ്രസാദ് ഒളിച്ചു നിൽക്കുന്ന ആ കാര്യം ഇതാണ് കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദീപ ആകെ പേടിച്ചു പോയി. ദീപ ചേച്ചി എന്നും പറഞ്ഞൊരു വിളിക്കേണ്ട സമയം ഈ ഗംഗാപ്രസാദ് കുത്താനായിട്ട് ഓടി ചെല്ലുക, ലക്ഷ്മിയെ കുത്താനായിട്ട് ഓടി ചെല്ലുകയാണ്. അപ്പോഴാണ് ദീപ കുറുകെ ചെന്ന് ചാടിയതും ദീപയ്ക്കിട്ട് കുത്തിയേറ്റതും. ആ ഒരു രംഗം നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ആലോചിക്കുക. അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടം വരിക. താൻ കാരണമാണല്ലോ ദീപയ്ക്ക് മരണം സംഭവിച്ചെന്നൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കല്യാണി വരുന്നത്. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. എന്താ അമ്മ, എന്താ പറ്റിയത്, അമ്മ എന്താ ആലോചിക്കുന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാനേ മോളുടെ അമ്മയെക്കുറിച്ച് ആലോചിച്ച ദീപയെക്കുറിച്ച്. എനിക്ക് ദീപയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ആ ഷോക്ക് മാറുന്നില്ല. നടന്നതെല്ലാം യാഥാർത്ഥ്യമാണോ എന്ന് വരെ എൻ്റെ മനസ്സ് ചിന്തിച്ചു പോവുകയാണ് മോളെ. അവൻ കാരണം എത്ര പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, എൻ്റെ മോളുടെ കല്യാണം പോലും അടുക്കാറായതാ. ആ സമയത്ത് ദിലീപിൻ്റെ അച്ഛനെ കൊന്നിട്ട് അവൻ മുങ്ങിക്കളഞ്ഞില്ലേ എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കിട്ടിയപ്പോഴേക്കും അമ്മ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, എല്ലാം നമ്മൾ സഹിക്കുക, ക്ഷമിക്കുക, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനായിട്ട് പറ്റും? അവനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പക്ഷേ അവനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവനെ നമ്മൾ തീർക്കും. അതിനുവേണ്ടിയാണല്ലോ കിരണേട്ടനും അതേപോലെ തന്നെ വേലുവും ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അവനെ തീർത്തിരിക്കും അമ്മ എന്നൊക്കെ പറയുകയാണ്. മോളെ, ഈ കല്യാണം ഇനി നടക്കണ്ട മോളെ. കാരണം ഇനി ഞങ്ങൾ കാരണം ആ കുടുംബത്തിന് വേറൊരു ദോഷം സംഭവിക്കാനായിട്ട് പാടില്ല അമ്മേ. കല്യാണം നടക്കണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ അമ്മേ? കാരണം ദിലീപ് തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഈ കല്യാണത്തിൽ നിന്ന് അവൻ ഒരിക്കലും പിന്മാറില്ല, ഈ കല്യാണം ഉറപ്പായിട്ട് നടന്നിരിക്കുമെന്ന് ദിലീപ് തന്നെയാണല്ലോ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ദിലീപിനെ വല്ലാതെ വിഷമിപ്പിക്കും. നമ്മുടെ കൂടെ തന്നെ നിന്നല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കാർത്തികയെ കൈവിടാതെ ചേർത്ത് പിടിച്ചല്ലേ. അവനോട് ഞാൻ ഇനി എന്തു പറയും? പക്ഷേ ഈ കല്യാണം നടന്നു കഴിഞ്ഞാലും അതിലേറെ പ്രശ്നമാണല്ലോ. ഇനി ദിലീപിന് തന്നെ ഭീഷണി ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പേടി മോളെ എന്നൊക്കെ പറയുക. അതിനു മുമ്പ് തന്നെ നമ്മൾ അവനെ കണ്ടെത്തും അമ്മേ. അതിന് ശേഷമേ നമ്മൾ ഇനി കല്യാണം നടത്തോളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ഇവർക്ക് രണ്ടുപേർക്കും ഒരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ
ദിലീപിൻ്റെ അമ്മയെ കാണിക്കാം. അപ്പം ദിലീപിൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ കല്യാണത്തിന് നിങ്ങൾ സമ്മതിക്കരുത് കേട്ടോ. കാരണം സമ്മതിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇല്ല, ഇനി എന്തൊക്കെ വന്നാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. ആ പെണ്ണ് ഈ കുടുംബത്തിന് വേണ്ട. വന്നു കഴിഞ്ഞാൽ ദോഷം തന്നെയാണ്. എനിക്കിനി എൻ്റെ മകൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവനായി എൻ്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടു. അതെല്ലാം കാരണക്കാരി അവൾ തന്നെയാണെന്നൊക്കെ ഈ കാർത്തികയെ കുറ്റപ്പെടുത്തി തന്നെയാണ് ഈ അമ്മ പറയുന്നത്. അപ്പോഴാണ് ദിലീപിൻ്റെ വരവ്. അപ്പോൾ ദിലീപിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഈ അമ്മ ചാടി എണീറ്റ് അങ്ങോട്ട് ചെല്ലുകയാണ്. എടാ മോനെ, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ആകെ വിഷമഘട്ടത്തിലാണ്. എനിക്കിനി നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഈ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കണ്ട. നമുക്ക് ആ പെണ്ണിനെ ഇനി വേണ്ട. ഇനി ആ പെണ്ണുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ആ പെണ്ണിൻ്റെ കഴുത്തിൽ നീ ഇനി താലി കെട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഈ അമ്മ ഉറപ്പിച്ച് പറയുകയാണ്. നീ ഇതിൽ നിന്ന് പിന്മാറിയേ മതിയാവുള്ളൂ ദിലീപേ എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മേ, എൻ്റെ നിലപാട് എന്താണെന്ന് ഞാൻ അമ്മയോട് വ്യക്തമായിട്ട് പറഞ്ഞല്ലേ അമ്മേ. എനിക്കതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. കാർത്തിക് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ വരുമെന്ന് നമുക്കറിയായിരുന്നു. അവൻ എന്തെങ്കിലും കുഴപ്പം ഒപ്പിക്കുമെന്നൊക്കെ നമുക്കറിയായിരുന്നു. എന്നിട്ടും അവളെ നമ്മൾ അങ്ങനെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല മോനെ. ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ലേ? ആ പെണ്ണിനെ വേണ്ട. ഈ കുടുംബത്തിന് ചേർന്ന പെണ്ണല്ല അത്. അമ്മ തന്നെയല്ലേ പറഞ്ഞത് മരുമകളെ വേണമെന്നൊക്കെ. എടാ, ഇത് മരുമകളുള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കല്ലേ? അവള് വന്നു കഴിഞ്ഞാൽ അവളിനി ജീവനോടെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ആപത്ത് പറ്റില്ലെന്ന് നിനക്ക് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. കഴിഞ്ഞപ്പോഴേക്കും എടാ, ഒന്നെങ്കിൽ കല്യാണം നടക്കണമെങ്കിൽ അവൻ മരിക്കണം, അല്ലെങ്കിൽ അവൻ ജയിലിൽ പോകണം. എന്നാലേ ഈ കല്യാണം നടന്ന് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് മോനെ, ഈ കല്യാണം വേണ്ട. നീ അമ്മയുടെ വാക്കൊന്ന് കേക്ക്. അമ്മയെ നീ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദിലീപ് പറയാ, ശരി, ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നു. ഞാൻ ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല. ഈ കല്യാണം നടക്കില്ല. എന്താ നമുക്ക് സന്തോഷമായോ? അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദിലീപിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്. ഈ കല്യാണം മുടങ്ങിയിട്ട് ഇനി വേറൊരു കല്യാണം കഴിക്കാനായിട്ട് അമ്മ എന്നോട് പറയരുത്. വേറൊരു പെണ്ണിനെയും അമ്മ എൻ്റെ മുന്നിൽ കൊണ്ടുവരരുത്. എനിക്കതിനോട് താല്പര്യമില്ല. ഞാൻ കല്യാണം കഴിക്കത്തുമില്ല. ഈ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അമ്മേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദിലീപിൻ്റെ അമ്മന് വീണ്ടും സങ്കടം തോന്നുകയാണ്. ഇനി അമ്മ എന്നോട് ഒന്നും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് പോവുകയാണ്. അപ്പോൾ ദിലീപിൻ്റെ ഈ വർത്തമാനം എല്ലാം ഈ വീട്ടുകാർ കേട്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പറയുകയാണ്, എൻ്റെ ദൈവം എന്ത് ചെയ്യാനാണ്? ആ ചെറുക്കനാണെങ്കിൽ ആ പെണ്ണിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പോൾ കല്യാണം നടക്കാതിരുന്നു കഴിഞ്ഞാൽ അവനിങ്ങനെ ജീവിക്കും ഒറ്റത്തടിയായിട്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യട്ടെ എന്നേ. കൂടുതൽ നമുക്കതിൽ തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദിലീപിൻ്റെ മനസ്സിനി മാറ്റാനും ശ്രമിക്കണ്ട. അവൻ ആ പെണ്ണിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇനി വരാനുള്ളതൊക്കെ വരും. ജനിച്ചാൽ ഒരിക്കലും മരണമുണ്ടല്ലോ, അത് സ്വാഭാവികമാണല്ലോ എന്നൊക്കെ പറയാം. അപ്പം ഈ അമ്മയാണെങ്കിൽ അതിന് ഈ ആയുസെത്താതെ മരിക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണാണ്. അപ്പോൾ കിരണാണെങ്കിൽ CCTV ക്യാമറ ഒരാളെ കൊണ്ട് ഇങ്ങനെ പരിശോധിപ്പിക്കുകയാണ്. കുറേ വഴിയരിയിലെ CCTV ക്യാമറയൊക്കെ എന്നുവെച്ചാൽ ഇയാൾ പോകാൻ സാധ്യതയുള്ള ആ ഒരു ഇതൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് കണ്ടോ, ആ ഇരുട്ടിൻ്റെ മറവിൽ കൂടി ഒരാൾ തലയിലും തുണിയിട്ടിട്ട് പോകുന്നത് കണ്ടില്ലേ? ഇതവൻ തന്നെയാണ്, ഗംഗാപ്രസാദ്. അതിന് യാതൊരു സംശയമില്ല എന്നൊക്കെ പറയാണ്. എടാ ഇനിയും നോക്കിയടാ, ഇനിയും കുറേ നോക്കിയടാ. ഇത് നോക്കി വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാകും. നിനക്ക് ഇത് വല്ല കണ്ടെത്താനായിട്ട് സാധിക്കുമോ? നിനക്ക് പോയി കുറേ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാനുള്ളല്ലേ? അതൊന്നും കുഴപ്പമില്ല. നീ അവൻ ഏത് റൂട്ടിലേക്കാണ് പോയതെന്ന് ഒന്ന് നോക്കടാ. നോക്കാൻ ഞാൻ പറഞ്ഞല്ലോ. സാരമില്ല, നീ നോക്ക്. എനിക്കല്ലാതെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ശരി, നീ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ നോക്കാം. അല്ലാതെ ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ CCTV ക്യാമറക്കാരൻ ഇത് നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ഗംഗാപ്രസാദ് ആണെങ്കിൽ തലയിൽ തുണിയിട്ട് ആ മതിലിൻ്റെ അടുത്ത് കൂടി പോവുകയാണ്. അങ്ങനെ പോയി ഒരു വലിയൊരു 4 കൂടി കവലയുടെ മുന്നിലെത്തി. അങ്ങനെ ആ കവലയുടെ മുന്നിൽ നിന്നും വേറൊരു വഴി കൂടി അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ആ വഴിയാണെങ്കിൽ CCTV ക്യാമറ ഇല്ലേതാനും. അപ്പോൾ അതിലേറെ കൺഫ്യൂഷനായി നമ്മുടെ കിരണ്. അപ്പോൾ ഏകദേശം അവൻ ആ വഴി തന്നെയാണ് പോയിരിക്കുന്നത് അല്ലേ? അവൻ ആ വഴി തന്നെയാണ് പോയിരിക്കുന്നത്. ഇനി അവിടെ CCTV ക്യാമറ ആവശ്യത്തിൽ ഇല്ലല്ലോ. നമ്മളിനി ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കണ്ടുപിടിക്കണം. അവൻ എവിടെ ഒളിഞ്ഞിരുന്നാലും അവനെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അവൻ ഓരോരോ ആൾക്കാരെയും തീർത്തുകൊണ്ടിരിക്കും.
അതിനു മുമ്പ് തന്നെ അവനെ ഇല്ലാതാക്കണം. ഇതെല്ലാം എനിക്ക് പറ്റിയ അബദ്ധോടാ. ആ കാട്ടിൽ വെച്ച് ഞാൻ അവനെ പിടികൂടി അവനെ കുത്തി മലർത്തിയതാ. പക്ഷേ അവൻ മരിച്ചോന്ന് ഞാൻ നോക്കിയില്ല ഒരു നിമിഷം. അങ്ങനെ അവൻ മരിച്ചെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു എന്നൊക്കെ പറയാണ്. ഇനി എന്താണ് പറഞ്ഞിട്ട് കാര്യം കിരണേ? എല്ലാം നിന്റെ കയ്യിലിരിപ്പ്. നീ മോശം സംഭവിപ്പിച്ചു, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ നടക്കാനുള്ള കാരണം. ഇനി അതിനെക്കുറിച്ച് പറയണ്ടല്ലോ. ഇനി അവൻ എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് കണ്ടെത്ത്. അല്ലാതെ വേറൊരു വഴിയില്ലെന്ന് കിരണിനോട് ഇയാൾ പറയാണ്. അങ്ങനെ കിരൺ ആ നാരങ്ങവെള്ളം കുടിച്ച് ആ ഒരു കടയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അയാളോട് വിശദമായിട്ട് അന്വേഷിക്കുകയാണ്. അയാൾ വന്ന് നാരങ്ങവെള്ളമൊക്കെ കുടിച്ചു, പക്ഷെ അയാൾ ഇത്രയും വലിയ തീവ്രവാദികളാണെന്നൊന്നും അറിഞ്ഞില്ല. പക്ഷേ കുറേ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. കല്യാണ വീട് എവിടെയാണ്, അവിടെ കല്യാണം നടക്കുന്നു, ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട് എന്നൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് എന്നോട് ചോദിച്ചു. നമുക്ക് ആരെങ്കിലും സംശയമുണ്ടോ? കല്യാണം നടക്കുന്ന സത്യമാണല്ലോ. അത്രയ്ക്കും മാന്യനായിട്ടുള്ളൊരു വേഷത്തിലാണല്ലോ അയാൾ വന്നത്. അയാളെ ആരും സംശയിക്കില്ല സാറേ. അതുകൊണ്ട് ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ അവൻ്റെ ഈ ഒരു പ്രവൃത്തി കണ്ടപ്പോഴാണ് ചങ്കിടിച്ചു പോയത്. എൻ്റെ ദൈവമേ, അവൻ ഇത്തരത്തിലുള്ള ആളാണെന്ന് മനസ്സിൽ പോലും വിചാരിച്ചില്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളെല്ലാം കിരണ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതേപോലെ ആരെങ്കിലും വേഷം മാറി വന്നും നിങ്ങൾക്കൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെ വിവരം അറിയിക്കണം. ഉറപ്പായിട്ട് സാറേ. അവൻ പക്ഷേ ഈ പരിസരത്തൊന്നും ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ എന്ന് കിരണിനോട് പറയുകയാണ്. അങ്ങനെ നമ്മുടെ കിരണാണെങ്കിൽ വീട്ടിൽ ചെന്ന് കിരണിനോട് രതീഷിനും ഒക്കെ ഇങ്ങനെ കാണുക. കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ദൈവമേ ഇനി എന്ത് ചെയ്യൂടാ? ഈ ഗംഗാപ്രസാദിനെ പിടികൂടിയില്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കില്ല. കാരണം ദിലീപിൻ്റെ അമ്മയെ ആശ്വസിപ്പിക്കണമെങ്കിൽ ഇനി ഗംഗാപ്രസാദിനെ പിടികൂടി അവനെ ഇല്ലാതാക്കിയെന്നുള്ള വാർത്ത ദിലീപിൻ്റെ അമ്മയുടെ ചെവിയിലെത്തണം. എന്നാൽ മാത്രമേ ഒരു മനസമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശരിയാണ്, പാവം ആൾക്കാർ, അവർക്ക് അവരുടെ കുടുംബനാഥനെയല്ലേ നഷ്ടപ്പെട്ടത്. ഇത് ആര് സഹിക്കും? അത് സത്യം തന്നെയാണ്. ഇതൊക്കെ ആര് സഹിക്കാനാണ്? ഇങ്ങനെയൊക്കെ വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? പക്ഷേ അച്ഛൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് കേട്ടോ, അച്ഛൻ ആ ഓഡിറ്റോറിയത്തിൽ ഓരോ ആൾക്കാരെയും നോക്കി നോക്കി കാവല് കെട്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാണല്ലോ അച്ഛൻ ഇങ്ങനെയല്ല സംഭവിച്ചെന്നറിഞ്ഞത്. സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ നമ്മുടെ കിരണാണെങ്കിൽ കല്യാണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കല്യാണിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കല്യാണി അവൻ ഏതോ കവലയിൽ ഇരിക്കുന്നുണ്ട്. കല്യാണി CCTV ക്യാമറയിൽ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പക്ഷേ അവൻ ഏത് ലൊക്കേഷനിലേക്കാണ് പോയതെന്ന് മനസ്സിലാവുന്നില്ല. അവൻ എവിടെയോ ഒളിഞ്ഞിരിക്കുക തന്നെയാണ് കല്യാണി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവൻ എവിടെയാണെങ്കിലും കണ്ടെത്തണം കിരണേട്ട, അല്ലെങ്കിൽ ശരിയാവില്ല. ഓരോ ദിവസം കഴിയും തോറും മനസ്സിൻ്റെ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ കാര്യം ആലോചിക്കുമ്പോഴും ആകെ സങ്കടമുണ്ട്. അച്ഛൻ ഇത്രയ്ക്കും കഷ്ടപ്പെട്ടതല്ലേ ചേച്ചിക്ക് വേണ്ടി. ചേച്ചിയുടെ കല്യാണം നടന്ന് കാണണമെന്നായിരുന്നല്ലോ അച്ഛൻ്റെ ആഗ്രഹം. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണം കിരണേട്ട എന്ന് പറയണം. ഉറപ്പായിട്ടും അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും കല്യാണി. അതിനൊരു വിട്ടുവീഴ്ചയില്ല. അവൻ എവിടെയുണ്ടെങ്കിലും പൊക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ വീണ്ടും വിശ്രമമില്ലാതെ നേരെ ഇവനെ ലക്ഷ്യമാക്കി തന്നെ പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ്. അപ്പോൾ ഗംഗാപ്രസാദ് ആണെങ്കിൽ ടെൻഷനൊക്കെയാ. എന്നൊക്കെ വെച്ചാൽ ഒരു കവലയിൽ ഇങ്ങനെ ഒരു കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണല്ലോ. എടാ ഇനിയിപ്പോൾ ഇവിടെ ആരും വരില്ലെന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ എന്നാലും സൂക്ഷിക്കണം. ഇനിയിപ്പോൾ ഇവിടെ തന്നെ തമ്പടിക്കുന്നതായിരിക്കും നല്ലത്. ഇനി പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പണി പാളും. പിന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിൽ ഏതെങ്കിലും വീടുകളിലെ അഴയിൽ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അവിടെ നിന്ന് ആ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഭക്ഷണം ഒക്കെ മേടിക്കാൻ പോകാനാണ് കുറച്ച് പാടുപെടേണ്ടത്. എന്തൊക്കെ വന്നാലും ആ കിരണും ബാക്കിയുള്ളവരെല്ലാവരും നമ്മുടെ പിന്നാലെ തന്നെയാണ്. സൂക്ഷിക്കേണ്ടതുണ്ട്. നീയും പുറത്തേക്ക് പോകുമ്പോൾ നിന്നെയും സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്കറിയാം ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ തന്നെ തമ്പടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അതെ, ഏതായാലും ഒരു പേടി വീണിട്ടുണ്ട്. ഇനി ആ തള്ളയെയും മോളെയും കൂടി തീർക്കണം. എന്നാലേ എനിക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ. പിന്നെ എന്നെ പിടിച്ചാലെന്ത് പിടിച്ചില്ലെങ്കിൽ എന്ത്, പിന്നെ എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ ഗംഗാപ്രസാദ് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമലുവിനെയാണ്. അപ്പോൾ അമലു ആണെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കല്യാണി വരികയാണ്. അപ്പോൾ കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമലു, ചേച്ചി എന്തായി ചേച്ചി, അവനെ പിടികൂടാനായിട്ട് പറ്റുമോ ചേച്ചി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും
കിരണേട്ടനും ബാക്കിയുള്ളവരെല്ലാവരും അവൻ്റെ പിന്നാലെ തന്നെയാണ്. അവൻ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യണം. എൻ്റെ ചേച്ചി നല്ല കാര്യമായി ഞാനേതായാലും നാട്ടിലേക്ക് പോകാതിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിലേ എൻ്റെ അച്ഛനെക്കുറിച്ച് ഓർത്ത് ഞാൻ വെന്ത് മരിച്ചാനായിരുന്നു ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും നിനക്കൊരു മോചിതം കിട്ടിയല്ലോ, ആ അസുരവിത്തിൻ്റെ കുഞ്ഞിനെ നീ ഇല്ലാതാക്കിയല്ലോ, അത് തന്നെ നിനക്ക് ഏറ്റവും വലിയ കാര്യമാണ്. അല്ലെങ്കിൽ നീ പറഞ്ഞില്ലായിരുന്നെങ്കിലോ, അതും കൊണ്ട് നീ വീട്ടിലേക്ക് പോയാനായിരുന്നു. പിന്നെ നിനക്ക് ഊരുവിലൊക്കെ ഉണ്ടായനായിരുന്നു. പിന്നെ നീ ഇതോർത്ത് നീ ആത്മഹത്യ ചെയ്യേണ്ടി വന്നാനായിരുന്നു. ചേച്ചി, മരണത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചതാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതിൻ്റെ കാര്യമൊന്നുമില്ല, ഞാനും ഒരുപാട് അനുഭവിച്ചതാണ് അമലു. എന്നിട്ട് എനിക്ക് കണ്ടില്ലേ ഇപ്പോൾ നല്ലൊരു ജീവിതം കിട്ടിയില്ലേ? അതേപോലെ തന്നെ നിനക്ക് ഒരു മാസത്തേക്ക് മോശ സംഭവമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി വരുന്നുണ്ട്. നീ ആ കാര്യത്തെക്കുറിച്ച് ഒന്നും പേടിക്കണ്ട, എല്ലാം റെഡിയാവും എന്നൊക്കെ കല്യാണി പറയാ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.